കെ പി സി സർക്കുലർ അനുസരിച്ച് വേണമായിരുന്നു ആ പ്രോസസ്സ് നടത്താൻ. അത് നടത്തിയില്ല. ആവർത്തിച്ച് കെ പി സി സിയുടെ നോംസ് ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മാഡം പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത് ഡി സി സി നേതൃത്വത്തിനെതിരല്ല. അത് ഓപ്പണായിട്ട് പറയാനൊരു പ്രശ്നമുണ്ടോ? അല്ല, കെ പി സി സിയുടെ അപ്പോൾ അല്ല, ഒരാളല്ലല്ലോ ഇത് ഒരു കോർ കമ്മിറ്റി ഇതിനുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്നലെ അത് കോർ കമ്മിറ്റി വിളിച്ച് അതിന് മുൻപൊരു പ്രഖ്യാപനം, ഈ അഭിപ്രായ വോട്ടെടുപ്പ് തേടിയതിന് ശേഷം കോർ കമ്മിറ്റി വിളിക്കുകയും അതിലൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടാവുകയും എന്നിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു എന്നോട് അറിയിച്ചിരുന്നത്. ഞാനും കോർ കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല. അതെന്താണ് വിളിക്കാത്തതെന്നുള്ളത് അത് ഡി സി പ്രസിഡന്റ് തന്നെ പറയട്ടെ. എനിക്കറിയില്ല എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത്. കെ പി സി സിയുടെ സർക്കുലർ പാലിക്കപ്പെടണം. ഇപ്പം തൃശ്ശൂർ ഇപ്പോൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നിലധികം ആളുകൾ വന്നാൽ, നഗരസഭകളിൽ ഒന്നിലധികം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമാകാതെ വരുന്നെങ്കിൽ അത് കെ പി സി സിക്ക് വിടണം എന്നുള്ളതായിരുന്നു കെ പി സി സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അത് ഒരു നിരീക്ഷകൻ വന്ന് അഭിപ്രായം എടുക്കണം എന്നതായിരുന്നു സർക്കുലറിൽ പറയുന്നത്. അത് ആ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതറിയാം, ഞാൻ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കെ പി സി പ്രസിഡന്റിനും ഒക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹം അറിയാതെ ഇവിടെ അങ്ങനെ ഒരു അദ്ദേഹത്തിന് അറിവുള്ളതാണ്. അങ്ങനെ ഒരു നിരീക്ഷകനെ വിട്ടിട്ടുമില്ല. ഇവിടെ നിന്ന് അങ്ങനെ ഒന്നിലധികം പേരുകൾ വന്നു എന്നുള്ള ഒരു കാര്യം കെ പി സി സിയെ അറിയിച്ചിട്ടുമില്ല.